നമസ്കാരം. ബി.ജെ.പി. നേതാവും ഗുസ്തി ഫെഡറേഷൻ അധ്യക്ഷനുമായ ബ്രിജ്ഭൂഷണെതിരെ ഗുസ്തി താരങ്ങളുടെ നിലപാടിൽ ഒരയവുമില്ല. കടുത്ത സമരപരിപാടികളുമായി താരങ്ങൾ മുന്നോട്ട് തന്നെയാണ്. താരങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പ്രമുഖ താരങ്ങളെല്ലാം രംഗത്തുണ്ടെങ്കിലും അധികാരികൾ നടപടിയെടുക്കാൻ തയ്യാറാകുന്നില്ലെന്നാണ് പരാതി. കേന്ദ്ര കായിക മന്ത്രി അനുരാഗ് ഠാക്കൂർ അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്നും കുറ്റപ്പെടുത്തുന്നു. ഇതിനിടെ സമരം രാജ്യത്തിന്റെ പ്രതിച്ഛായയ്ക്ക് ദോഷമെന്ന് പറഞ്ഞ പി.ടി. ഉഷ സമരപ്പന്തലിലെത്തിയപ്പോൾ നേരിടേണ്ടി വന്നത് കടുത്ത പ്രതിഷേധം. ഗുസ്തി താരങ്ങളുടെ ആവശ്യം ന്യായമോ? അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്ന വാദത്തിൽ കഴമ്പുണ്ടോ? ലൈംഗികാരോപണം കെട്ടിച്ചമച്ചതോ? ചീഫ് എഡിറ്റേഴ്സ് കോളം വിലയിരുത്തുന്നു ഈ വിഷയം. ഈ വിഷയത്തിൽ എന്നോടൊപ്പം ശ്രീനാഥ് ചേരുന്നു. ശ്രീനാഥ്, രാജ്യം തന്നെ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന, ദേശീയ മാധ്യമങ്ങളടക്കം ചർച്ച ചെയ്യപ്പെടുന്ന, ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ലോകം തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. കഴിഞ്ഞ കുറേ നാളുകളായി രാജ്യത്തിൻ്റെ തന്നെ അഭിമാനമായ ഗുസ്തി പിടിച്ച് രാജ്യത്തിന് മെഡൽ നേടിത്തന്ന ഗുസ്തി താരങ്ങൾ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഗുസ്തി പിടിക്കേണ്ട ഒരു ഗതികേടിൽ എത്തി നിൽക്കുകയാണ്. അതൊരു ആവശ്യം എന്ന് പറഞ്ഞാൽ ഒരിക്കലും അവരെ അവഗണിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ആവശ്യമല്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രസക്തി ഏറുന്നത്. ഒരുപക്ഷെ നമുക്കറിയാം, നമ്മുടെ കേരളത്തിലെ കായിക താരങ്ങൾ ട്രെയിനിൽ കയറി പോകുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടായി. ഇന്ത്യയുടെ അഭിമാനം എന്ന് നമ്മൾ പറയുന്ന ഇന്ത്യയുടെ ദേശീയ ഗെയിം ഹോക്കി നടക്കുന്ന സമയത്ത് അതിൽ നമ്മുടെ താരങ്ങൾ സഞ്ചരിച്ച് ലോക്കൽ ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ആ രീതിയിലുള്ള അവഗണനയേ അല്ല ഇത്. അവർക്ക് നേരിടേണ്ടി വന്ന ഒരു തിക്ത അനുഭവത്തിന്റെ ഫലം, അതാണ് ഈ പ്രതിഷേധത്തിലൂടെ നമ്മൾ കാണുന്നത്. ഒരിക്കൽ പോലും ഒരു എംപിക്ക് ചേർന്ന, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഗുസ്തി ഫെഡറേഷന്റെ, റെസ്ലിംഗ് ഫെഡറേഷന്റെ ഒരു ചീഫിന് അല്ലെങ്കിൽ ഒരു പ്രസിഡന്റിന് ഒരിക്കലും ചേർന്ന പ്രവൃത്തിയല്ല അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായെന്നാണ് അവരുടെ പരാതി കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. പക്ഷേ അവർ പറയുന്ന ഒരു പരാതി അന്വേഷിക്കുമെന്ന് അനുരാഗ് ഠാക്കൂർ കേന്ദ്ര കായിക മന്ത്രി പറഞ്ഞിരുന്നുവെങ്കിലും പക്ഷെ അതിന് അനുകൂലമായ ഒരു നിലപാട് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. ഇപ്പോൾ അവരുടെ ഒരു ആക്ഷേപം, അതായത് എഫ്ഐആർ അടക്കം എടുക്കും തുടങ്ങിയ കാര്യങ്ങളെല്ലാം പറയുന്നു. പക്ഷേ അവിടെ പ്രധാനപ്പെട്ട ഒരു ഘടകം എനിക്ക് തോന്നുന്നത് ഈ ബ്രിജ്ഭൂഷൺ എന്ന ആ പ്രധാനപ്പെട്ട ഒരു നേതാവിന്റെ നിലപാടുകളും അദ്ദേഹം മുൻകാലങ്ങളിൽ സ്വീകരിച്ചു വന്ന ചില കാര്യങ്ങളും ഒക്കെ ആയിരിക്കാം. ബി.ജെ.പിക്ക് ഒരിക്കലും അനഭിമതനാകാൻ പറ്റുന്ന ഒരു വ്യക്തിയല്ല. കാര്യം കൈസർഗഞ്ച് എന്ന് പറയുന്ന ഒരു മണ്ഡലത്തിൽ നിന്നും ലോക്സഭയിലേക്ക് എത്തുന്ന ഒരു MP, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ ഇനി അയാൾ ഈ ബ്രിജ്ഭൂഷൺ അല്ലാതെ വേറെ ഏത് ബി.ജെ.പി. അല്ലാതെ വേറെ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നാലും കൃത്യമായി വിജയിക്കും. അത് അത്രയ്ക്ക് അദ്ദേഹത്തിന് ഒരു പ്രാമാണിത്വമുള്ള ഒരു പ്രദേശം കൂടിയാണ് ഈ കൈസർഗഞ്ച് മണ്ഡലം എന്ന് പറഞ്ഞത്. അപ്പം ബി.ജെ.പി. ഒരിക്കലും ഇദ്ദേഹത്തിനെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാൻ ഒരു സാധ്യതയില്ല. കാരണം ആ രീതിയിലുള്ള ഇടപെടൽ ഇദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് അവിടെ ഉണ്ടാകുന്നു. അതുകൊണ്ട് ധൈര്യമായിട്ട് പല വേദികളിലും അയാൾ പറഞ്ഞിട്ടില്ല, ഇതൊക്കെ എനിക്കെതിരെ നടത്തുന്ന വെറും ആരോപണങ്ങൾ മാത്രമാണ്, എന്നെ തൂക്കിക്കൊന്നോളൂ എന്ന് വരെ അയാൾ പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. അല്ല, ഒരു ഗോണ്ട മണ്ഡലത്തിലാണല്ലോ അദ്ദേഹം വർഷങ്ങളായി 6 തവണയോളം അവിടെ എം പി ആയിരുന്നു. അവിടുത്തെ നേരത്തെ ശ്രീനാഥ് ചൂണ്ടിക്കാട്ടിയതുപോലെ മുടിചൂടാ മന്നൻ എന്നൊക്കെ പറയുന്ന അവസ്ഥയിലാണ് അദ്ദേഹം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. കാരണം അദ്ദേഹം അവിടെ നിൽക്കുന്നു, ജയിക്കുന്നു, അദ്ദേഹത്തിന് എതിരാളി ആരാന്നുള്ള ഒരു പ്രസക്തമല്ല. മാത്രമാണ് അതിൽ ഏത് രാഷ്ട്രീയ കക്ഷി എന്നോട്ടെ ബ്രിജ്ഭൂഷൺ തന്നെയാണ് അവിടെ ഒരു. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ എനിക്ക് ഓർമ്മ വരുന്നത്, അദ്ദേഹത്തെ ഒരു പ്രാവശ്യം അവിടെ നിന്ന് ബൽറാംപൂരിലേക്ക് മാറ്റി. അന്ന് സംഭവിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ ഗോണ്ടയിൽ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ആൾ മരിക്കുകയാണ്. ഈ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പം ബ്രിജ്ഭൂഷന്റെ എത്രത്തോളം പ്രാധാന്യം ബി.ജെ.പി. കൊടുക്കുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ രീതിയിൽ ഇപ്പൊ ഈ കേസിനെ പരമാവധി ഇതൊന്നും പുറത്തു വരാൻ പോകുന്നില്ല. ഇപ്പൊ ഏകദേശം ഒരാഴ്ചയിലധികമായി, 1.5 ആഴ്ചയോളമായി ഈ നമ്മുടെ ഗുസ്തി താരങ്ങൾ അവിടെ സമരം ഇരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിന്റെ ഇടയ്ക്ക് ഒരിക്കൽ പോലും ഒരു പ്രധാനമന്ത്രി അവിടേക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ പ്രധാനപ്പെട്ട കാര്യമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. താരങ്ങൾ ഒളിമ്പിക്സിലും മറ്റും മെഡൽ നേടിയപ്പോൾ അവരോടൊപ്പം പോവുകയും അവർ കൂടെ നിർത്തി ഫോട്ടോ എടുക്കുകയും അത് ട്വീറ്റ് ചെയ്യുകയും ചെയ്ത ഒരു പ്രധാനമന്ത്രിയാണ്. അപ്പോൾ അവർ ഉന്നയിച്ചൊരു പ്രശ്നം വരുമ്പോൾ തീർച്ചയായും എന്താണ് എന്ന് അന്വേഷിക്കാനുള്ളൊരു ശരിയാണ് സാറേ. ഒരു സാമാന്യ മര്യാദ പോലും നമ്മുടെ പ്രധാനമന്ത്രി കാണിച്ചില്ല എന്നുള്ളത് ഓർക്കുമ്പോൾ അത് ശരിക്കും അവരോടുള്ള അവഹേളനം തന്നെയായിട്ട് നമുക്ക് കാണാം. അതോടൊപ്പം നമ്മുടെ ഇവിടെ നിന്നുള്ള പി.ടി. ഉഷ പറഞ്ഞ എന്താണ്, അവര് ആ ഭാഗത്ത് അതിനെക്കുറിച്ച് പറഞ്ഞത് ഭാരതത്തിന്റെ യശസ് കെടുത്തുന്ന സമീപനമാണ് ഗുസ്തി താരങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടായത് എന്നാണ് പറഞ്ഞത്. അല്ല, അത് ആ ഒരു സംഭവത്തിൽ ഗുസ്തി താരങ്ങളും ഇന്ത്യയിലെ തന്നെ ഇന്ത്യൻ കായിക ലോകം തന്നെ ഞെട്ടിപ്പോകുന്ന ഒരു അവസ്ഥയുണ്ടായി. കാരണം ഒരിക്കലും പി.ടി. ഉഷ എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ്. അതിനപ്പുറം രാജ്യം എപ്പോഴും
അഭിമാനത്തോടെ കാണുന്ന ഒരു താരം കൂടിയാണ്. ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റാണ്, രാജ്യത്തിന്റെ ഒരു MP ആണ് എന്നിരുന്നിട്ട് പോലും ഒരു സ്ത്രീ ആയിട്ട് പോലും സ്ത്രീകൾക്ക് നേരിടേണ്ടി വന്ന, സ്ത്രീകളായുള്ള ഗുസ്തി താരങ്ങൾക്ക്, വനിതാ ഗുസ്തി താരങ്ങൾക്ക് നേരിടേണ്ടി വന്ന ഈ ഒരു പ്രശ്നത്തെക്കുറിച്ച് പ്രതികരിച്ച് ഇങ്ങനെ അവര് ജന്തർ മന്ദിറിൽ സമരം ഇരിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞത്, നിങ്ങൾ കാണിക്കുന്നത് തെറ്റാണ്, നിങ്ങൾ തീർത്തും അച്ചടക്കമില്ലായ്മയാണ് കാണിക്കുന്നത്. ഒരു ഗുസ്തി താരങ്ങൾ എന്ന് പറയുമ്പോൾ അച്ചടക്കം ഉണ്ടാവണം. അത്തരത്തിൽ അച്ചടക്കമില്ലായ്മ കാണിച്ചുകൊണ്ട് രാജ്യത്തിന്റെ യശസ്സിനെ താഴേക്ക് വലിക്കുന്ന രീതിയിൽ നിങ്ങൾ ഈ തരത്തിൽ ഒരു സമരം നടത്തിയത് തെറ്റായി പോയി എന്ന് തന്നെ അവർ വിലയിരുത്തുന്നു. അപ്പം എത്രത്തോളമാണ് ഈ ഗുസ്തി താരങ്ങൾക്ക് നമ്മുടെ രാജ്യത്തെ നിയമത്തോടുള്ള വിശ്വാസം ഉണ്ടാവുക, അല്ലെങ്കിൽ ഈ പറയുന്ന രാഷ്ട്രീയ കക്ഷികളോട് എത്രത്തോളം വിശ്വാസം ഉണ്ടാവാനാണ്? അതാണ് നമ്മുടെ ഇന്ത്യ ഉറ്റുനോക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. പ്രധാനമന്ത്രിയോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ പ്രധാനമന്ത്രി മാധ്യമങ്ങളെ മുന്നിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്തൊരു കാര്യമാണ്. എനിക്ക് തോന്നുന്നില്ല ഈ തെരഞ്ഞെടുപ്പിന് ശേഷം 2 തവണ പ്രധാനമന്ത്രിയായ സമയത്തും ഒരിക്കൽ പോലും നരേന്ദ്രമോദി ഈ പറയുന്ന പോലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ചോദ്യങ്ങളെ അഭിമുഖീകരിച്ചില്ല. ഒരിക്കലുമില്ല. എല്ലാം പറയുക എന്ന് മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളവർ കേട്ടുകൊണ്ടിരിക്കുക. ഇവിടെ ഇപ്പോൾ ഈ ഒരു സംഭവത്തിന് പിന്നിൽ മറ്റ് പല പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കാരണം ഈ ഗുസ്തിയുമായി ബന്ധപ്പെട്ട് ബ്രിജ്ഭൂഷണുള്ള ഒരു ആഭിമുഖ്യം അല്ലെങ്കിൽ അതിന്റെ താല്പര്യം വളരെ വലുതാണ്. അതെ, അദ്ദേഹവുമായി ബന്ധം, അല്ലെങ്കിൽ അദ്ദേഹം പല ടൂർണമെന്റുകളും സംഘടിപ്പിക്കാറുണ്ടെന്ന് പറയാൻ. അതെ, പക്ഷെ അദ്ദേഹം തന്നെയാണ് അവിടെ നിയന്ത്രിക്കുന്നത്. അദ്ദേഹത്തിന് തീരുമാനിക്കുന്ന തരത്തിലേക്ക് ആ മത്സരം വന്നില്ലെങ്കിൽ അദ്ദേഹം മത്സരം നിർത്തിവെക്കും. പിന്നെ അദ്ദേഹത്തിന് അനുകൂലമാകുന്ന തരത്തിലേക്ക് വരുമ്പോൾ മാത്രമാണ് അദ്ദേഹം, ഒരുപക്ഷെ റഫറിയൊക്കെ പിടിച്ചു മാറ്റിയതിനു ശേഷം പുള്ളി തന്നെ മത്സരം നിയന്ത്രിക്കുന്ന തരത്തിലേക്ക് വരെ കാര്യങ്ങൾ പോയിട്ടുണ്ട്. അപ്പോൾ അത്രയ്ക്ക് ശക്തനായ കരുത്തനാണ് അദ്ദേഹം. അപ്പോൾ ഈ പറഞ്ഞ ഇപ്പോഴും അദ്ദേഹം ബാധിക്കുന്നത് ഈ ഗുസ്തി താരങ്ങൾ പറയുന്നതിൽ ഒരു ന്യായവുമില്ല എന്നാണ്. അവർ ഇത് കെട്ടിച്ചമച്ചുണ്ടാക്കുന്നതാണ്. എന്തുകൊണ്ട് ഇങ്ങനൊരു സംഭവം ഉണ്ടെങ്കിൽ 10 വർഷം വരെ എനിക്കെതിരെ ആരോപണം ഉണ്ടായില്ല, ഇപ്പോൾ എന്തുകൊണ്ട് ആരോപണം ഉണ്ടാകും? അത് കോൺഗ്രസ് കൊണ്ടുവന്ന രാഷ്ട്രീയമാണ്. അതിന് പുള്ളി പറഞ്ഞത് ഒരു ചില വ്യവസായികൾ എൻ്റെ പിന്നിലുണ്ട്, ചില കോൺഗ്രസ് നേതാക്കൾ അതിൻ്റെ പിന്നിലുണ്ട് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിനെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ എന്നിരുന്നാൽ പോലും ഇനി അത്തരത്തിലുള്ള ആരോപണങ്ങൾ ബാക്കി വെക്കട്ടെ, ഡൽഹി പോലീസ് എന്തുകൊണ്ട് ഇതിനെതിരെ കേസെടുക്കുന്നില്ല? ഇദ്ദേഹത്തിനെതിരെ എന്തുകൊണ്ട് FIR ചാർജ് ചെയ്യുന്നില്ല? FIR ഇട്ട് ഇവരുടെ പരാതികൾ കേൾക്കില്ല. അവിടെയാണല്ലോ ഈ താരങ്ങൾ അനുരാഗ് ഠാക്കൂറിനെതിരെ ഇപ്പോൾ രംഗത്ത് വന്നത്. അദ്ദേഹം തുടക്കത്തിൽ ഇതിന് കേസെടുക്കും, FIR അടക്കമുള്ള ഉണ്ട് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നെ ഒന്നും വന്നിട്ടില്ല. അവിടെയാണ് ഈ ഗുസ്തി താരങ്ങൾ, ഈ പ്രധാനപ്പെട്ട താരങ്ങളെല്ലാം വളരെ ശക്തമായി രംഗത്തെത്തിയിരിക്കുന്നത്. അവർക്ക് വെള്ളവും വൈദ്യുതിയും എല്ലാം വിച്ഛേദിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരം കാര്യങ്ങൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് കാര്യം ചിലപ്പോൾ നമ്മളൊന്ന് ആലോചിക്കുക, നമ്മുടെ വേറെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ, നമ്മൾ കേരളം തന്നെ എടുക്കാം, എത്രത്തോളം ഇപ്പം അതിന് മാധ്യമ ശ്രദ്ധയുണ്ട്. പക്ഷേ ഒരു തവണയെങ്കിലും ഇതിനെക്കുറിച്ച് നമ്മുടെ അതിന് അതോറിറ്റീസ് ഒരു തവണയെങ്കിലും സംസാരിക്കും. ഇപ്പം പ്രിയങ്ക ഗാന്ധി കഴിഞ്ഞ ദിവസം അവിടെ എത്തിയിരുന്നു. അതിനു മുമ്പ് കെജ്രിവാൾ സമരപന്തലിൽ എത്തിയിരുന്നു. അപ്പൊ അവരെല്ലാം ഇവരെ കാണാനും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും ശ്രമിക്കുമ്പോൾ രാജ്യത്തിൽ ഇത് ചെയ്യേണ്ട ആളുകൾ, ഇപ്പം നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ ഇതുപോലെ സമരം ഉണ്ടായ സമയത്ത് പോലും മുഖ്യമന്ത്രി കണ്ടില്ല എന്നുള്ളൊരു പരാതി വലിയ പരാതി തന്നെയായിരുന്നു. അതുപോലെ തന്നെയുള്ളൊരു പരാതിയാണ് ഇവർ പറയുന്ന പരാതിയിൽ കഴമ്പുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് വെറുതെ ബ്രിജ്ഭൂഷന്റെ മാത്രം മറുപടിയിൽ വിശ്വസിക്കാൻ പറ്റുന്നതെന്നാണോ? അപ്പൊ അതിന് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ ഇതിന് അന്വേഷണം നടത്തുക, കൃത്യമായി ഒരു അന്വേഷണം നടത്തിക്കൊണ്ട് ബ്രിജ്ഭൂഷൺ ഉത്തരവാദിയാണോ അല്ലയോ എന്നുള്ള കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കുക. അതിന് FIR ഇട്ട് തന്നെ അന്വേഷിക്കണമെന്നുള്ള അവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചു കൊടുക്കാൻ തന്നെയാണ് വേണ്ടത്. പോക്സോ നിയമം ഇവിടെ ഇന്ത്യയിൽ ഇത്രത്തോളം ശക്തമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടി വരെ ഇദ്ദേഹത്തിന്റെ പീഡനത്തിന് വിധേയമായിട്ടുണ്ട് എന്നാണ് അവരുയർത്തുന്ന വാദം. അപ്പൊ എന്നിട്ട് പോലും ഈ പോക്സോ കേസ് എത്രത്തോളം ശക്തമായി നിന്നിട്ട് പോലും ഇയാൾക്കെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് സത്യത്തിൽ നമ്മുടെ ഇന്ത്യൻ ഭരണവ്യവസ്ഥയുടെ തന്നെ ഒരു അപജയമായിട്ട് തന്നെ നമുക്ക് കാണാം. ഈ PT ഉഷ പറയുന്ന ഈ ഇന്ത്യയുടെ യശസ് താഴ്ന്ന അവിടെയാണ്, അല്ലാതെ ഇവര് സമരം ഇരിക്കുന്നതുകൊണ്ടല്ല യശസ് താഴ്ന്നത്. ഇത് ഇത്രയും പ്രശ്നം ഉണ്ടായി, അവരുടെ ഈ നിലപാട് വിവാദമായതിന് തൊട്ട് പിന്നാലെ ഇന്നിപ്പോൾ സമരവേദിയിലെത്തി. പക്ഷെ അവിടെയും വളരെ കടുത്ത പ്രതിഷേധം ഏറ്റുവാങ്ങിക്കൊണ്ടാണ് PT ഉഷ സമരവേദിയിലേക്ക് എത്തുന്നതും ഈ താരങ്ങളുമായി സംസാരിക്കുന്നതും. പക്ഷെ മാധ്യമങ്ങളോടൊന്നും പറയാനോ ഒരു പ്രതികരണത്തിന് അവർ തയ്യാറായതുമില്ല. അത് എങ്ങനെ പ്രതികരിക്കും? ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങൾ ഇതൊക്കെയാണ്. നിങ്ങൾ ഇത്രയും ദിവസമായിട്ടും എന്തുകൊണ്ട് ഇതുവരെ ഇവരെ കാണാൻ കഴിഞ്ഞില്ല? അതിന് വ്യക്തമായൊരു മറുപടി പറയാൻ PT ഉഷയ്ക്ക് ഉണ്ടാവില്ല. പിന്നെ എന്ത് തരത്തിലുള്ള അച്ചടക്ക ലംഘനമാണ് ഈ വനിതാ ഗുസ്തി താരങ്ങൾ നടത്തിയത്? ഒരു പീഡിപ്പിക്കപ്പെട്ട ഒരു സംഘം ആളുകൾ തെരുവിലിറങ്ങി നിന്നിട്ട് സമരം ചെയ്യുമ്പോൾ അവരോട് എന്ത് മാന്യതയാണ് കാണിക്കണമെന്ന് അവരാവശ്യപ്പെടുന്നത്? അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതിനപ്പുറത്തേക്ക്
അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും അവർ പറയുന്ന ആരോപണങ്ങൾക്ക് പിന്നിലെ കഴമ്പ് അന്വേഷിക്കുന്നതിന് പകരം അവരെ കുറ്റപ്പെടുത്തുന്ന തരത്തിൽ നമ്മുടെ ഈ PT ഉഷ മാറി എന്ന് പറയുന്നത് സത്യത്തിൽ ലജ്ജാകരവും ഖേദകരവുമാണ് എന്ന് പറയാനേ പറ്റൂ. അതെ അതെ, ഒരിക്കലും ഈ ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ ഒളിമ്പിക് മെഡൽ ജേതാക്കളാണ്, അവർ രാജ്യത്തിന്റെ അഭിമാനമാണ്. അപ്പോൾ അവർ ഉൾപ്പെടെ ഇങ്ങനെയുള്ള ഒരു സമൂഹം തീർച്ചയായും ഇത്തരം പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാൽ അത് കൃത്യമായി അന്വേഷിക്കാനും അവരുടെ പ്രശ്നങ്ങൾ എന്താണ് എന്നുള്ളത് ഒരു പക്ഷേ അവരുടെ ഭാഗത്തല്ല ന്യായമെങ്കിൽ ആ അന്വേഷണത്തിലൂടെ കാര്യങ്ങൾ തെളിയുമല്ലോ. പക്ഷെ അത്തരത്തിൽ കാര്യങ്ങളിലേക്കൊന്നും പോകാൻ ഇവിടുത്തെ ഭരണകൂടം തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഈ പ്രതിഷേധം വ്യാപകമാകാനും ഈ പ്രതിഷേധത്തിന് പിന്തുണ കൂടാനുമുള്ള കാരണമായിട്ട് വിലയിരുത്തപ്പെടുന്നത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഗെയിം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഗെയിം എന്ന് പറയുന്നത് ഹോക്കിയാണ്. അതേസമയം ഏറ്റവും കൂടുതൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ക്രിക്കറ്റ് എന്ന് പറയുന്ന ഗെയിമിനെയാണ്. ആ ക്രിക്കറ്റിനെ നമ്മൾ ഒരുപാട് മുന്നോട്ട് നയിക്കുന്നതിന്റെ പിന്നിൽ ഒരുപാട് ഘടകങ്ങളുണ്ട്. ഇപ്പം ഹോക്കി വന്നു കഴിഞ്ഞാൽ എത്ര പേര് ഇന്ന് TV കാണാറുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം മാർക്കറ്റ് വാല്യൂ അനുസരിച്ചിട്ടാണ് നമുക്ക്. അതുകൊണ്ട് തന്നെ ഇന്ന് ഇപ്പൊ പറഞ്ഞ സച്ചിൻ തെണ്ടുൽക്കർക്ക് ലഭിക്കുന്ന ഒരു പ്രാധാന്യം ഒരു ഹോക്കി താരത്തിന് ലഭിക്കുന്നില്ല. അല്ലെങ്കിൽ ഈ സച്ചിൻ തെണ്ടുൽക്കർ പോട്ടെ, ഏറ്റവും മോശമായി കളിക്കുന്ന ഒരു കളിക്കാരന്റെ പോലും വില പോലും നമ്മുടെ ഏറ്റവും മികച്ച ഹോക്കി താരത്തിന് ലഭിക്കുന്നില്ല എന്നുള്ളത് നമ്മുടെ അപജയം തന്നെയാണ്. കാര്യം അതെല്ലാം നമ്മൾ ഉറ്റുനോക്കുന്ന ഒരു കോർപ്പറേറ്റ് ലാഭത്തിലേക്കാണ് നമ്മളുടെ കണ്ണുകൾ എപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇവര് നമ്മുടെ രാജ്യസ്നേഹം എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ഇന്ത്യ ക്രിക്കറ്റ് കളി ജയിക്കുന്ന സമയത്ത് നമ്മൾ അവിടെ പോയി ആഘോഷിക്കുന്നതിനകത്ത് നമ്മുടെ രാജ്യസ്നേഹം ഒതുങ്ങുകയാണ്. അല്ലാതെ അതിനപ്പുറത്തേക്ക് അല്ലെന്നുണ്ടെങ്കിൽ ഇവരൊക്കെ ഒരു മെഡലിസ്റ്റ് ആയി കഴിയുമ്പോഴത്തേക്ക് പ്രൗഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു ഹാഷ്ടാഗ്. ഇതിലിപ്പോ ശ്രീനാഥ് ക്രിക്കറ്റിന്റെ കാര്യം പറഞ്ഞു വന്നുകൊണ്ട് മറ്റൊരു കാര്യം, ഈ താരങ്ങൾ തന്നെ വിഷമത്തോടെ പറഞ്ഞ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട പല താരങ്ങളും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചില്ല, അതിൽ ഞങ്ങൾക്ക് സങ്കടമുണ്ട് എന്ന തരത്തിൽ വന്നു. വിരന്ത് സവാങ്ങിനെ പോലുള്ള താരങ്ങളെല്ലാം പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട്. എങ്കിൽ കൂടി ചില പ്രമുഖ താരങ്ങളെല്ലാം ഇക്കാര്യത്തിൽ പ്രതികരിച്ചില്ലല്ലോ എന്നുള്ളൊരു മനോവിഷമം ഈ താരങ്ങൾ. ഇതെല്ലാം വരുമ്പോൾ എല്ലാം ഒരു ഗണത്തിൽ വരുന്ന ആൾക്കാരാണ്. ഇന്ത്യയുടെ യശസ് ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടു. ഒരു റെസ്ലിംഗ് താരം, ഒരു ഗുസ്തി താരം ആവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും വളരെ കാലം അതിനുവേണ്ടി പ്രവർത്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. വളരെ കാലം ചെറുതിലേ മുതൽ തന്നെ ഇതിനൊരു ട്രെയിനിങ് ഒക്കെ എടുത്ത് പരിശീലനം സിദ്ധിച്ച് വന്നിട്ട് ശാരീരികമായി അതിന് മാറണം, മാനസികമായി അതിന് പരുവപ്പെടണം. ഇത്തരത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെ കടന്നിട്ടാണ് ഓരോ ഇവരുടെ ഈ ഗുസ്തി ഈ താരങ്ങളായി മാറുന്നതിന് പിന്നിൽ വളരെയധികം പ്രയത്നമുണ്ട്. ഒരു കുട്ടിക്കാലം മുതൽ ഇത് പരിശീലിച്ചു വന്നാൽ മാത്രമേ ഈ ഒരു മെഡലിലേക്ക് എത്താൻ കഴിയൂ. ശ്രീനാഥ്, ഈ ഒളിമ്പിക്സ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഗുസ്തി വരുമ്പോൾ നമുക്ക് അവിടെ മെഡൽ ഉറപ്പാണ്. നമ്മൾ കാത്തിരിക്കും കൃത്യമായി അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം എടുത്ത്. കാരണം അവരിൽ നിന്ന് ഇപ്പൊ പ്രധാനപ്പെട്ട പല താരങ്ങളും ഉണ്ട്, വനിതാ താരങ്ങളായും പുരുഷ താരങ്ങളായും. അവർ ആ ഗോതയിലേക്ക് വരുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് ഉറപ്പാണ്, നമുക്ക് ഇന്ത്യക്ക് ഒരു മെഡൽ ഉറപ്പാണ്. അതിപ്പോൾ ഏഷ്യൻ ഗെയിംസ് ആയാലും ഒളിമ്പിക്സ് ആയാലും അതുപോലെ വരുന്ന ഏത് ചാമ്പ്യൻഷിപ്പിലായാലും. അപ്പോൾ അത്രത്തോളം ഇവരിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണ് നമ്മൾ ഓരോ ഇന്ത്യക്കാരനും എന്ന് പറയുന്നതായിരിക്കും സാറേ ശരി. ഓരോ ഇന്ത്യക്കാരനും അവരിൽ അർപ്പിക്കുന്ന പ്രതീക്ഷ അതിഭീകരമാണ്. കാര്യം എന്താണെന്ന് അറിയുമ്പോൾ അവർ അത്രത്തോളം കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ്. ഇവരെല്ലാം മികച്ച ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരാവാനൊന്നും സാധ്യതയില്ല. കാര്യം അവരെല്ലാം വളരെ ഒന്നാമത് ഈ ഗുസ്തി എന്ന് പറയുന്നത് ട്രഡീഷണൽ ആയിട്ട് നടക്കുന്ന പല ഗ്രാമപ്രദേശങ്ങളിലുമാണ്. അപ്പം അവിടെ നിന്ന് വളരെ കഷ്ടപ്പെട്ട് തന്നെയാണ് ഇവർ ഈ പറയുന്ന ഈ ദേശീയ തലത്തിലേക്ക് അവർ ഉയർന്നു വരുന്നത്. ആ കഷ്ടപ്പാടിന്റെ വിലയൊന്നും മനസ്സിലാക്കാനോ അവരനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും എന്തൊക്കെയാണെന്ന് ഇതുവരെ നമ്മുടെ സർക്കാരിന് അറിയുമോ എന്ന് എനിക്കറിയില്ല. തീർച്ചയായും അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാന പ്രശ്നങ്ങൾ എന്താണ്, അവരുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ എന്താണ്, അവരുടെ വീടിന്റെ അവസ്ഥ എന്താണ്, ഇതിനെക്കുറിച്ചൊന്നും അവരാരും ചിന്തിക്കുന്നില്ല സാർ. തീർച്ചയായും. എന്നാലും നീതിക്ക് വേണ്ടി ഗുസ്തി പിടിക്കേണ്ടി വരുന്ന താരങ്ങളുടെ ഗതികേടിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. സംസ്കാര ശുദ്ധിയുള്ള വിദ്യാഭ്യാസത്തിന്റെ ചവിട്ടുപടിയിൽ നിങ്ങൾക്കൊപ്പം ശ്രീ ഗോകുലം എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ചീഫ് എഡിറ്റേഴ്സ് കോളം തുടരുന്നു. ശ്രീനാഥ് പറഞ്ഞതുപോലെ ഗോത മുതൽ പാർലമെന്റ് വരെ നീണ്ടു നിൽക്കുന്ന ഒരു കുപ്രസിദ്ധമായ ചരിത്രം തന്നെ കേട്ടിരിക്കുന്ന BJP നേതാക്കൾക്ക് അത്ര രുചിച്ചില്ലെങ്കിൽ കൂടിയും അദ്ദേഹത്തിന്റെ ചരിത്രം എല്ലാവർക്കും അറിയാവുന്നതാണ്. പാർലമെന്റ് അംഗമായി എന്നതിനപ്പുറം അദ്ദേഹം ഈ ഗോതയെ നിയന്ത്രിക്കുന്ന കാര്യം ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയ പോലെ അപ്പോൾ ഇപ്പോഴും അദ്ദേഹം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത്
വേണ്ട രീതിയിലാണോ നിയന്ത്രണം എന്നുള്ളതാണ്. അതും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. കാരണം അദ്ദേഹത്തിൽ നിന്ന് തിക്താനുഭവം ഉണ്ടായിട്ടുള്ള നിരവധി പേരുണ്ട്. ഒരു ദൃശ്യം തന്നെ നമുക്ക് കാണാൻ കഴിയും. അതായത് വേദിയിലെത്തിയ ഒരു താരത്തോട് തള്ളി മാറ്റുന്നു. ഞാനൊന്ന് തള്ളിയതേ ഉള്ളൂ എന്നാണ്. പക്ഷേ ഞാനൊന്ന് കാര്യമായി ശ്രമിച്ചിരുന്നുവെന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്നുള്ള തരത്തിൽ അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ. അപ്പോൾ അത്തരത്തിലാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം. ഒരു രാഷ്ട്രീയ നേതാവിൽ നിന്ന് മാറി ഒരു കായിക രംഗത്തെ ഭരണാധികാരി എന്ന് വരുമ്പോൾ അദ്ദേഹം സ്വീകരിക്കേണ്ട ചില നിലപാടുകൾ മറന്നു പോകുന്നോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. അദ്ദേഹം ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ആ ഒരു പ്രശ്നം ഈ ഗുസ്തി എന്ന് പറയുന്ന കാര്യത്തിൽ എല്ലായിടത്തും ഞാൻ ഗുസ്തി കാണിക്കണമെന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹം മാറിയിട്ടുണ്ട്. ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയ പോലെ അദ്ദേഹം ചില മത്സരങ്ങൾ സംഘടിപ്പിക്കും, അല്ലെങ്കിൽ എവിടെയെങ്കിലും മത്സരം നടന്നാൽ അദ്ദേഹം അറിയുകയാണെങ്കിൽ അദ്ദേഹം അത് നിയന്ത്രണം ഏറ്റെടുക്കും. ഒരുപക്ഷെ അദ്ദേഹത്തിന് അവിടെ പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ CCTV വഴി അദ്ദേഹം വീട്ടിലിരുന്ന് കണ്ടിട്ട് അവിടെ ഇരുന്ന് നിയന്ത്രിക്കും. ആര് ജയിക്കണം ആര് തോൽക്കണം എന്നുള്ളതൊക്കെ അങ്ങനെയൊക്കെ അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ അങ്ങനെ. അത് അത്രത്തോളം ഒരു ഭീകരമായ ഒരു അവസ്ഥയിലേക്ക് ഈ റെസ്ലിങ്ങിനെ കൊണ്ടുപോകുന്നു എന്ന് തന്നെ പറയാം ഇദ്ദേഹത്തിലൂടെ. അദ്ദേഹത്തെ ഒരിക്കലും ഒരു ഗുസ്തി താരമായതുകൊണ്ടാണ് അദ്ദേഹത്തിന് റെസ്ലിംഗ് ഫെഡറേഷന്റെ ഒരു തലപ്പത്തിരിക്കാനുള്ള ഒരു അനുമതി കൊടുത്തത്. പക്ഷേ അദ്ദേഹം അതിനെയെല്ലാം ഓവർകം ചെയ്തുകൊണ്ട് നമ്മുടെ താരങ്ങളെ ഒരു തരത്തിൽ പറഞ്ഞാൽ ദുരുപയോഗം ചെയ്യുന്ന തരത്തിലേക്ക് ദുരുപയോഗം ചെയ്തുകൊണ്ട് അതിൽ നിന്ന് എന്തോ ലാഭം നേടുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും ഇതിനെതിരെ ശക്തമായൊരു അനുരാഗ് ഠാക്കൂർ ഇപ്പാനെ അട്ടിമറിക്കുന്നു എന്നുള്ള ആരോപണം ഉയരുന്നുണ്ട്. അപ്പോൾ സത്യത്തിൽ അവരുടെ വിശ്വാസം പോയി കഴിഞ്ഞിരിക്കുന്നു. ആര് ഞങ്ങളെ സഹായിക്കും? കാര്യം അവർക്ക് ഒരുപക്ഷെ അനുരാഗ് ഠാക്കൂറിന് മുകളിൽ നിന്ന് വരുന്ന പ്രഷറായിക്കൂടെ? അദ്ദേഹം പല ഈ പറയുന്ന ഉത്തർപ്രദേശ് ആണല്ലോ, അവിടെ നിന്ന് വരുന്ന നേതാക്കളുടെ ചില കാര്യങ്ങൾ കൂടി കണ്ടുകൊണ്ടാകാം എനിക്ക് തോന്നുന്നു. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നതാണ്. അതുപോലെ അതോടൊപ്പം തന്നെ സാർ ഇവർക്കൊക്കെ ഒരു നമ്മുടെ ഭരണ സംവിധാനത്തോടുണ്ടായ ഒരു അകൽച്ച അല്ലെങ്കിൽ ഭരണ സംവിധാനത്തോട് തോന്നുന്ന ഒരു വിരക്തിയൊക്കെ നമുക്ക് ഇവരുടെ ഓരോ പ്രതികരണങ്ങൾ മനസ്സിലാക്കാം. ഇപ്പം സാധാരണഗതിയിൽ ഇപ്പം ഇദ്ദേഹം പറഞ്ഞ പോലെ നമ്മുടെ ബ്രിജ്ഭൂഷൺ പറഞ്ഞ പോലെ ഇവരൊക്കെ കൂടെ രാഷ്ട്രീയത്തിന്റെ പിണിയാളുകളായി നിന്നുകൊണ്ട് പ്രവർത്തിക്കുകയാണ് എന്നൊരു ആരോപണം ഇരിക്കട്ടെ. അല്ലെങ്കിൽ അതിനെ പരിഗണിക്കുകയാണെങ്കിൽ തന്നെ ഒരു രാഷ്ട്രീയ ആരോപണത്തിന് എന്താണ് ഇവിടെ പ്രസക്തി? ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി 1 വർഷം കൂടിയുണ്ട്. ഈ 1 വർഷത്തിന് മുൻപ് തന്നെ ഇവിടെ വന്നിട്ട് ഇവരിങ്ങനെ ജന്തർ-മന്ദറിൽ ഇവർ സമരം ഇരിക്കേണ്ട ആവശ്യം, ഇവിടെ രാഷ്ട്രീയ ആവശ്യം എന്താണ്? ഇയാളെ തോൽപ്പിക്കുക, ബ്രിജ്ഭൂഷണെ തോൽപ്പിക്കുക എന്നുള്ളത് അപ്രാപ്യമായൊരു കാര്യമാണ്. അത് നിൽക്കുന്ന ഏത് മണ്ഡലത്തിലും അദ്ദേഹത്തെ തോൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ കാര്യം അദ്ദേഹം തന്നെ MP ആയിട്ട് വരും. ആ സാഹചര്യത്തിൽ എന്ത് രാഷ്ട്രീയമാണ് ഇവർ ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന് ഇവർ എന്തിന് ചട്ടുകങ്ങളാകണം? ഇത്രയേറെ ക്രെഡിബിലിറ്റി ഉള്ള കുറെ താരങ്ങൾ കോൺഗ്രസ് പറയുന്നത് കേട്ടിരിക്കേണ്ട അതുകൊണ്ട് കോൺഗ്രസിന് ഒരു നേട്ടം ഉണ്ടാകാൻ പോകുന്നില്ല. അല്ല ഇപ്പൊ ഈ ഒരു ആരോപണം പ്രധാനമന്ത്രിക്കെതിരെയാണെങ്കിൽ എന്തെങ്കിലും എവിടെയെങ്കിലും ഒരു സൈഡിലൂടെയെങ്കിലും നേരിയ ഒരു ഗുണമെങ്കിലും അവർക്കുണ്ടാകുമായിരുന്നു. പക്ഷെ ഇതങ്ങനെയല്ല. ഇത് അവർ തന്നെ തീർത്ത് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ പിന്നിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തനവും ഇല്ല. പകരം ഞങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ ഞങ്ങൾ തന്നെ വരുന്നു. അതും 1-2 ചെറിയ പ്രശ്നങ്ങൾ അവരെ അവഗണിക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അവഗണിക്കുന്നു എന്നുള്ള പ്രശ്നങ്ങളാണെങ്കിൽ ഓക്കെ, ഇതൊക്കെ ഇന്ത്യയിൽ പതിവാണ് എന്ന് പറഞ്ഞ് എല്ലാ ഭരണാധികാരികളും കൈയഴിയപ്പോൾ ഞങ്ങൾ ക്രിക്കറ്റിനെ മാത്രമേ സംരക്ഷിക്കൂ, ഞങ്ങൾ വേറെ ഒരു ഗെയിമിനെ കുറിച്ചും ഞങ്ങൾ ബോധവാന്മാരല്ല എന്ന് പറഞ്ഞ് വേണമെങ്കിൽ സർക്കാരിന്റെ കൈകഴിയും മാറി നിൽക്കാം. അതല്ല ചെയ്തിരിക്കുന്നത്. ഇത് അതിനപ്പുറത്തേക്ക് പോകുന്ന ഗുരുതരമായ ആരോപണം. ഒരു നേതാവിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഗുരുതര ആരോപണമാണ്. ഇവിടെ നമ്മുടെ കേരളത്തിൽ തന്നെ പലർക്കും ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്കറിയാം. ഒരു പീഡന കേസ് വരെ നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയക്കാർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്തിനേറെ അന്നത്തെ മുഖ്യമന്ത്രിക്ക് പോലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ അതെല്ലാം കൃത്യമായി അന്വേഷിക്കാനും അതോടൊപ്പം നമ്മുടെ ഉമ്മൻചാണ്ടിയെ പോലെ ഒരു മുഖ്യമന്ത്രി കൃത്യമായി 12 മണിക്കൂറോളം ഒരു അന്വേഷണ ഏജൻസിയുടെ മുന്നിൽ പോയി ഇരുന്ന് ചോദ്യം ചെയ്യലിന് വിധേയനായിട്ടുണ്ട്. ഇതൊന്നും എങ്ങും നമ്മൾ കാണുന്നില്ല. ഇത് പ്രത്യേകിച്ചും നോർത്ത് ഇന്ത്യയിൽ അത് പ്രതീക്ഷിക്കേണ്ട ഒരുതരം ജമീന്ദാരി രാഷ്ട്രീയം, എന്റെ കയ്യിലാണെല്ലാം എന്ന് ചിന്തിക്കുന്ന തരത്തിലുള്ള ഒരു രാഷ്ട്രീയ അവസ്ഥയാണ് ശരിക്കും. എന്നിട്ട് ഇത് ഈ സമരത്തെ ഇതൊരു ജനകീയ അല്ലെങ്കിൽ അവരുടെ ഒരു ആവശ്യം മുന്നിൽ വന്നു അത് അവർ അന്വേഷണം പ്രഖ്യാപിക്കുക. അവർ ആവശ്യപ്പെടുന്ന പോലെ അന്വേഷണം നടക്കട്ടെ. അന്വേഷണത്തിന് ഒടുവിൽ എന്താണ് സത്യം എന്നുള്ളത് തെളിയുമല്ലോ. അതെ, അതിന് പോലും മുതിരാതെയാണ് ഇത്തരം ഒരു പ്രവൃത്തി നടത്തുന്നത്. ബ്രിജ്ഭൂഷൺ പറഞ്ഞതുപോലെ ഇത് നേരത്തെ ഞാൻ ചൂണ്ടിക്കാട്ടിയതുപോലെ ഇതൊരു രാഷ്ട്രീയ പ്രേരിതമായ സമരമാണ്. ഇതുവരെ 10 വർഷമായിട്ട് ഇല്ലാത്തൊരു ആരോപണം ഇപ്പോൾ കൊണ്ടുവരുന്നത് ചില ഉദ്ദേശങ്ങൾ കൊണ്ടാണ്. ഏറ്റവും ഒടുവിൽ ഈ പൗരത്വ സമരത്വത്തോട് പോലും ഇതിനെ ഉപമിച്ചുകൊണ്ട് ആണ് ഈ അദ്ദേഹം. അത് അവരുടെ രാഷ്ട്രീയമല്ലേ സാറേ, അത് അവരുടെ രാഷ്ട്രീയമാണ്.
ഇത് ആ തലത്തിലേക്ക് ഇവർ മാറ്റി എടുക്കുക എന്ന് പറഞ്ഞാൽ ഇതിവിടെ നടക്കുന്ന ഏതൊരു പ്രശ്നത്തെയും ഇവർ ആ ഒരു അജണ്ടയിലാണ് ഇവർ കാണുന്നത്. ഈ BJPയുടെ ഒരു പൊതു അജണ്ട രൂപീകരിച്ചുകൊണ്ട് ആ അജണ്ടയുടെ ഭാഗമാണ് ഇതെന്ന് വരുത്തി തീർത്തുകൊണ്ട് അതിനെതിരെ ജനവികാരം ഉയർത്തുക എന്നുള്ളതാണ് അവർ ശ്രമിക്കുന്നത്. അത് അവർ ഏത് സമരത്തെയും അവർ ആ രീതിയിലേക്ക് ഒരു രാഷ്ട്രീയത്തിനപ്പുറം രാഷ്ട്രീയത്തിലേക്കും അതോടൊപ്പം ഒരു വർഗീയമായും ആ ഒരു ചേരിതിരിവിലേക്ക് കൊണ്ടെത്തിക്കും. അത് അവരുടെ സ്വാഭാവികമായ ആ ഒരു ചിന്താഗതിയാണ്. ഇനിയിപ്പം ഇദ്ദേഹം അവിടെ നിന്ന് വളർന്നു വരുമോ, പിന്നെ രാഹുൽ ഗാന്ധിക്ക് അവിടെ നിന്ന് വലിയ ഇത് കിട്ടുമോ, പ്രിയങ്ക ഗാന്ധിക്ക് വലിയൊരു ഇത് കിട്ടുമോ, ഇതൊക്കെ സ്വാഭാവികമായിട്ട് ചിന്തിക്കുന്നതാണ്. പിന്നെ ഇതിനകത്ത് ഒന്നുമില്ല എന്ന് പറഞ്ഞ് കൈകഴുകി പോകാനും പറ്റത്തില്ല. ഒന്നുമില്ലായ്മ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്ന് പറഞ്ഞ് അവർ കൈകഴുകി പോകുന്നതിനോട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല. അങ്ങനെ ഒന്നുമില്ലായ്മ ഇല്ല, ഇതിനകത്തൊരു വാസ്തവവും ഇല്ല എന്ന് നമുക്ക് ആർക്കും വിശ്വസിക്കാനേ പറ്റില്ല. അല്ല, ഇതിന്റെ വാസ്തവം ഇല്ല എന്ന് ശ്രീനാരായണ ഇപ്പം ചിന്തിക്കുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രവൃത്തികളാണ് അത്തരം ഒരു ചിന്തയിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. കാരണം കഴിഞ്ഞ കുറെ നാളുകളായി അദ്ദേഹം പ്രവർത്തിച്ചു വരുന്ന അദ്ദേഹത്തിന്റെ കയ്യൂക്കും അദ്ദേഹത്തിന്റെ ഇത്തരം പ്രവൃത്തികളൊക്കെ തന്നെയാണ് അത്തരം ചിന്തകളിലേക്ക് ഇവരൊക്കെ എത്തിക്കുന്നത്. സ്വന്തം മകൻ പോലും ആത്മഹത്യാക്കുറിപ്പിൽ എഴുതി വെച്ച കാര്യങ്ങൾ വളരെ ഞെട്ടിപ്പിക്കുന്നതാണ്. അതായത് അച്ഛൻ്റെ പ്രവൃത്തികളിൽ മനംനൊന്താണ് ഞാൻ ജീവൻ എടുക്കുന്നതെന്ന് അദ്ദേഹം കൃത്യമായി അത് എഴുതി വെക്കുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ വരെ ഉള്ളത് കൊണ്ട് ഈ പറഞ്ഞതുപോലെ ഇവർ പറയുന്നതിലും ചില ന്യായങ്ങളില്ലേ, എന്തെങ്കിലും വസ്തുതകളില്ലേ എന്നുള്ളൊരു ചിന്ത വരുന്നത് അവിടെ ഇല്ലേ എന്നല്ല സാറേ, ഉണ്ട്, വസ്തുതകളുണ്ട് എന്ന് നമുക്ക് തറപ്പിച്ച് പറയാൻ പറ്റും. അല്ലെങ്കിൽ ഇത്രയും നമുക്കറിയാം, നമ്മൾ അവരെ ആരുടെയും മുഖം പരിചിതമല്ലെങ്കിൽ പോലും അത്ര ഫെമിലിയറായ ഒരു ഫേസിൽ, ഇപ്പം സെവാഗിനെ പോലെ ഒന്നും അത്ര ഫെമിലിയറായ ഒരു മുഖം അല്ലെങ്കിൽ പോലും അവർക്കുമുണ്ട് സാർ ഒരു നമ്മൾ ചിന്തിക്കാതെ അവർക്ക് ഈ അഭിമാനം എന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ട്. അവർ ഫേമസ് ആണ്, അവര് ലോക നിലവാരത്തിൽ അറിയപ്പെടുന്ന താരങ്ങളാണ്. അപ്പം ആ ഒരു സാഹചര്യത്തിൽ ഒരിക്കലും അവരിങ്ങനെ ഒരു അല്ലെങ്കിൽ ഈ രീതിയിൽ ഒരു ആരുടെയെങ്കിലും ഒരു ചട്ടുകമാവാൻ നിന്ന് കൊടുക്കാൻ സാധ്യതയില്ല. അവർക്ക് അവരുടേതായ ഒരു അവയർനെസ് ഉണ്ട്, അവർക്ക് സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് നല്ല ബോധ്യമുണ്ട്, അതുകൊണ്ട് സമരത്തിലിരിക്കുന്നു. പക്ഷെ രാഷ്ട്രീയമായി ഇതിനെ അടിച്ചമർത്താൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ ഈ പറയുന്ന 1.5 ആഴ്ച കൊണ്ട് എന്തുകൊണ്ട് നമ്മുടെ സർക്കാരിന് അവിടെ ചെന്ന് അവരെ കുറിച്ച് അന്വേഷിക്കാൻ കഴിയുന്നില്ല? മൂക്കിന്റെ തുമ്പിലല്ലേ ഇരിക്കുന്നത്, അല്ല വേറെയും പോലല്ലോ. ഒരു പ്രധാനമന്ത്രിക്ക് ഞാൻ പണ്ടൊരു കൊലപാതകം നടത്തിയിട്ടുണ്ട് എന്ന് കൃത്യമായി വിളിച്ചു പറഞ്ഞ ഒരാളാണ്. പിന്നെ അതിനെക്കുറിച്ച് ഒരു അന്വേഷണം ഏജൻസിക്കും പോലില്ല. അതൊരു പക്ഷേ ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഒരു പ്രശ്നമാവാനാണ് സാധ്യത. ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇതൊക്കെ സംഭവിക്കും. ഇവിടെയാണെങ്കിൽ അത് ചർച്ചയായേനെ. ഇപ്പം ഈ പറയുന്ന പോലെ ബ്രിജ്ഭൂഷണെതിരെ ചർച്ചകളൊന്നും നടന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഇവിടെയാണെങ്കിൽ പലതും ചർച്ച ചെയ്യപ്പെടുന്നു. മറ്റുള്ള സ്ഥലങ്ങളിൽ അങ്ങനെ ഒരു വലിയ ചർച്ചയായി വരുന്നില്ല. ഇതിനെതിരെ ഒരു അന്വേഷണം വേണമെന്ന് ആരും ഒരു യുവജന സംഘടനകളും കൊടി പിടിച്ചുകൊണ്ട് ഇറങ്ങത്തില്ല. ഇവർക്കെതിരെ ഈ ഗുസ്തി താരങ്ങൾക്ക് ഇവിടെ ആയിരുന്നെങ്കിൽ എന്തായിരിക്കും വരുന്ന അവസ്ഥ? ഒരു പക്ഷേ കേരളത്തിലായിരുന്നെങ്കിൽ എന്തായിരിക്കും? വളരെ വിശദമായി ചർച്ച ചെയ്യപ്പെടും, മാധ്യമങ്ങൾ അത് ഏറ്റെടുക്കും. ഈ വിഷയം ദേശീയ മാധ്യമങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ കൂടി എത്രത്തോളം ചർച്ച ചെയ്യപ്പെട്ടു എന്നുള്ളത് വളരെ ഗൗരവമായി നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ഒരുപാട് രാഷ്ട്രീയ തലത്തിൽ ഈ നേതാവിന്റെ ആ നേതാവ് ഏത് തരത്തിലുള്ള നേതാവാണ്, എങ്ങനെയാണ് ഈ വ്യക്തി എന്നുള്ളത് കൃത്യമായി അറിയാവുന്നവരാണോ അവരെല്ലാം? ഇനി അവർ ഈ സമരത്തെ ഇല്ലാതാക്കാൻ പോലും എന്ത് ചെയ്യുമെന്ന് പോലും പേടിക്കുന്നവരുണ്ട്. അത്രത്തോളം ശക്തനായ ഒരു നേതാവാണ്. തന്നെയല്ല ഇവിടെ ആയിരുന്നെങ്കിൽ യുവജന സംഘടനകൾ അടങ്ങിയിരിക്കും തോന്നുന്നില്ല. ഇവിടുത്തെ യുവജന സംഘടനകൾ ഇപ്പം ഇടതുപക്ഷമാണെങ്കിലും അല്ലെങ്കിൽ DYFI ആണെങ്കിലും യൂത്ത് കോൺഗ്രസ് ആണെങ്കിലും യുവമോർച്ച ആണെങ്കിലും അവരെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ പറയാം, ഈ ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും പ്രതികരിക്കുമായിരുന്നു. ഒരു പ്രതികരണശേഷി ഇല്ലാത്ത ഒരു സമൂഹമായി ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ കുറേയധികം ആൾക്കാരുണ്ട്. വെറും വോട്ടേഴ്സ് എന്നതിനപ്പുറത്തേക്ക് അവർക്ക് യാതൊരു പ്രസക്തിയും ഇല്ലാത്ത ആൾക്കാർ കുറേയധികം ആൾക്കാർ അവിടെ ഉണ്ട്. അതൊക്കെ തന്നെയാണ് ആ ഒരു പ്രശ്നം ഇങ്ങനെ ഡൗൺ ആയത് ഇരിക്കാനുള്ള കാരണം. എനിക്ക് തോന്നുന്നില്ല സാർ അവർക്ക് നീതി കിട്ടുമെന്ന്. അല്ല, അതാണ് നമ്മൾ ചർച്ചയുടെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ഇവർക്ക് നീതി കിട്ടുമോ, ഈ നീതിക്ക് വേണ്ടിയുള്ള ഇവരുടെ ഒരു സമരം വിജയം കാണുമോ എന്നുള്ളൊരു ചോദ്യം വളരെ പ്രസക്തമാണ്. അതിനൊരു സാധ്യത എനിക്ക് ഒരു സാധ്യതയും ഇങ്ങനെ ഭരണാധികാരികൾ അവരുടെ നിലപാട് സ്വീകരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നീതി ദേവത അല്ലെങ്കിൽ നീതി എത്രത്തോളം കിട്ടും, നീതി ലഭിക്കാതെ കോടതി ഇടപെട്ടിരുന്നാൽ പോലും അന്വേഷണ ഉദ്യോഗസ്ഥർ കുറ്റപത്രം സമർപ്പിച്ചാലേ കേസ് കോടതിയിൽ എത്തും. ഇവര് അന്വേഷണം നടത്തണം. FIR ഇട്ട് ഒരു സംഭവത്തിൽ അന്വേഷണം നടത്തി മൊഴിയെടുക്കേണ്ടവരുടെ മൊഴിയെടുത്ത് ചോദ്യം ചെയ്യേണ്ടവരെ കൃത്യമായി ചോദ്യം ചെയ്ത് കുറ്റപത്രം തയ്യാറാക്കി കോടതിയിൽ എത്തിക്കുക. ഇത് പോലീസ് ചെയ്തിരിക്കണം. ഇന്നിപ്പോൾ PT ഉഷ ഈ വേദിയിൽ എത്തിയതിന് പിന്നിൽ ചില കാര്യങ്ങളൊക്കെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ വരുന്നുണ്ട്. ഒരു പക്ഷേ ഇതൊരു ഒത്തുതീർപ്പിലേക്ക് കൊണ്ടെത്തിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണ് എന്ന തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ വരുന്ന ദിവസങ്ങളിൽ ഇതൊരു ഒത്തുതീർപ്പിലേക്ക് പോകും. നിങ്ങളുടെ വർഷങ്ങളായിരിക്കും. കാരണം ഇതിനു മുമ്പ് ഇതുപോലെ ഒത്തുതീർപ്പാക്കിയതാണ്. പിന്നെ ഒന്നും നടക്കാതെ വന്നപ്പോഴാണല്ലോ വീണ്ടും അവർ പ്രതിഷേധം കടുപ്പിച്ചത്. അപ്പോൾ വീണ്ടും ഒരു ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിന്റെ ബലിയാടകളായി ഈ കായിക താരങ്ങൾ മാറുമോ എന്നുള്ളതാണ്
മാറും അല്ലെങ്കിൽ മാറ്റപ്പെടും. കാര്യം ഇവരൊക്കെ എന്തായിരുന്നാലും ഇനിയൊരു അന്വേഷണത്തിന്റെ പരിധിയിൽ ഇവർ ഉൾപ്പെടുന്ന കാര്യം വളരെ വിദൂരമാണ്. അതിന് സർക്കാരുകൾ ഇടപെടണം, സർക്കാർ ഇടപെട്ടുകൊണ്ട് അന്വേഷണം നടത്തണം. പക്ഷെ ആ രീതിയിലേക്ക് ഒരു അന്വേഷണം, ക്രമമായ ഒരു അന്വേഷണം നടക്കുമെന്നോ വിശ്വസനീയമായ രീതിയിൽ ഒരു കുറ്റപത്രം തയ്യാറാകുമെന്നോ ഒന്നും നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയത്തിന്റെ സ്ഥിതി. എന്തായാലും ഈ പറഞ്ഞതുപോലെ ഒരു പ്രധാനപ്പെട്ട നേതാവ്, ആ നേതാവിൻ്റെ ചരിത്രം നമുക്കറിയാം. ആ ചരിത്രം നമുക്ക് മാത്രമല്ല, ഇന്ത്യ മുഴുവൻ അറിയാം. എന്തായാലും ഒരു പ്രധാനപ്പെട്ട രംഗത്ത്, പ്രത്യേകിച്ചും ഗുസ്തി പോലുള്ള ഒരു പ്രധാന കായിക ഇനവുമായി ബന്ധപ്പെട്ട വ്യക്തികൾ, ഒരു സ്ത്രീകളായാലും പുരുഷന്മാരായും ചേർന്ന് വലിയൊരു സമരമാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ആ കായിക താരങ്ങൾ പങ്കെടുക്കുന്ന ഒരു വലിയ സമരത്തെ, അതിന്റെ ഗൗരവത്തിൽ ഇനിയെങ്കിലും ഭരണാധികാരികൾ നോക്കിക്കാണേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് തോന്നുന്നത്. പ്രത്യേകിച്ചും ഒട്ടേറെ നേട്ടങ്ങൾ സമ്മാനിച്ച, രാജ്യത്തിന്റെ പതാക തന്നെ ഉയർത്തിക്കാട്ടിയ, രാജ്യത്തിന് അഭിമാനം സമ്മാനിച്ച, ഒരുപാട് മെഡലുകൾ ഇന്ത്യക്ക് കൊണ്ടുതന്ന ഈ താരങ്ങൾ പറയുന്ന ചില കാര്യങ്ങളെങ്കിലും, അല്ല അവരുടെ ന്യായം, അവർ പറയുന്ന കാര്യങ്ങൾ ന്യായമാണോ എന്ന് പരിശോധിക്കാനുള്ളൊരു ക്ഷമയെങ്കിലും അല്ലെങ്കിൽ ഒരു ദയെങ്കിലും ഈ അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അത്രേ ഉള്ളൂ. ചീഫ് എഡിറ്റേഴ്സ് കോളേജ് ഇന്നോട് പൂർണ്ണമാകുന്നു. നമസ്കാരം.